എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നടനും ലഭിക്കാത്ത അത്രയും വലിയ ഒരു സ്വീകരണമായിരുന്നു 1997 ഒരു 21കാരന് മലയാള സിനിമയിൽ നിന്ന് ലഭിച്ചത്. അനിയത്തിപ്രാവിലെ ശ്രുതിയായി വന്ന് ക്യാമ്പസുകളുടെ ഹൃദയം കവർന്ന ചോക്ലേറ്റ് ഹീറോ ആരാണെന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവും. മറ്റാരുമല്ല, കുഞ്ചാക്കോ ബോബൻ. ആ വർഷങ്ങളിൽ മലയാള സിനിമയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ചാക്കോച്ചൻ തന്നെയായിരിക്കുമെന്ന് ഇൻഡസ്ട്രി ഒന്നടങ്കം വിധി എഴുതി. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 1997 മുതൽ 2005 വരെയുള്ള കാലഘട്ടം ചാക്കോച്ചൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നുവെങ്കിലും 2000 അതിൻ്റെ തുടക്കത്തോടെ ആ കരിയറിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കൂപ്പികുത്തി. ഒരു ഇമേജിന്റെ തടവറയിൽ പെട്ടുപോയ നടൻ ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത വലിയൊരു പരീക്ഷണം കരിയറിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയ ഒരു കഥയുണ്ട്. സൂപ്പർ ഹിറ്റ് കോംബോകൾ ഒന്നിച്ചിട്ടും തിയേറ്ററിൽ തകർന്നടിഞ്ഞ ലോലിപോപ്പ് എന്ന സിനിമയുടെ പിന്നിലെ സത്യങ്ങൾ എന്താണ്? തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ 2009 ഗുലുമാലിലൂടെ തുടങ്ങി ഇന്ന് 2026 വരെ മലയാള സിനിമയുടെ മുൻനിരയിൽ തിളങ്ങി നിൽക്കുന്ന കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ആ കറുത്ത അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു പോവാം. അനിയത്തിപ്രാവിന് ശേഷം 5 വർഷങ്ങളോളം കടന്നുപോയി. നിറം, പ്രാംപൂജാരി, മഴവില്ല്, പ്രണയവർണ്ണങ്ങൾ എന്നിങ്ങനെ തുടർച്ചയായി പ്രണയ ചിത്രങ്ങൾ. പെൺകുട്ടികളുടെ സ്വപ്നനായകനായി ചാക്കോച്ചൻ മാറി. ഒരു പക്ഷെ ആ ചോക്ലേറ്റ് ഹീറോ ഇമേജ് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിനയായത്. 2000 ആ സമയത്ത് ഒക്കെയാണ് മലയാള സിനിമ ആക്ഷൻ മാസ് പരീക്ഷണങ്ങളിലേക്ക് വഴിമാറിയപ്പോൾ പ്രേക്ഷകർ കുഞ്ചാക്കോ ബോബനിൽ നിന്ന് ഒരേ ടൈപ്പ് റോളുകൾ കണ്ടുമടുത്തു തുടങ്ങി. ഒരു മാറ്റത്തിനായി അദ്ദേഹം ശ്രമിച്ചുമില്ല. പക്ഷെ നിർഭാഗ്യം, ആ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടുപോയി. സത്യനന്ദിക്കാടിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ 2000 വന്നതാണ്. നരേന്ദ്ര മകൻ, ജയകാന്തൻ മകൻ തുടങ്ങിയ ചിത്രങ്ങൾ ചാക്കോച്ചന് നടൻ എന്ന നിലയിൽ വലിയ ഇമേജ് നൽകിയെങ്കിലും ഒരു സ്റ്റാർഡം നിലനിർത്താൻ അവയ്ക്ക് കഴിഞ്ഞില്ല. വ്യത്യസ്തതയ്ക്ക് വേണ്ടി ചാക്കോച്ചൻ ആക്ഷനും മാസും ഒക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയത് ഈ കാലത്താണ്. തുളസീദാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദോസ്ത് എന്ന സിനിമ ഓർമ്മയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ആക്ഷനും ഫൈറ്റും ഒക്കെയുള്ള ഒരു ക്യാമ്പസ് ചിത്രമായിരുന്നു അത്. ചാക്കോച്ചൻ്റെ പ്രകടനം തിയേറ്ററിൽ കയ്യടി നേടിയെങ്കിലും സിനിമയുടെ തിയേറ്ററിൻ്റെ ഒരു ഓറ മുഴുവൻ കൊണ്ടുപോയത് ദിലീപ് എന്ന കഥാപാത്രമായിരുന്നു. ദോസ്തിലും ഒടുവിൽ ചാക്കോച്ച ഒരു ചോക്ലേറ്റ് നായകനായി തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനിടയിൽ സിബി മലയിലെ മറ്റൊരു ചിത്രം വന്നു, എൻ്റെ വീട് അപ്പൂൻ്റെ. 2003 ആണെന്നാണ് തോന്നുന്നത്. ആ ചിത്രത്തിലെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചാക്കോച്ചൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന പല പരീക്ഷണങ്ങളും പാളി. ലാൽ ജോസിന്റെ കനൽക്കാറ്റ് അതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രങ്ങളാണ് കനൽക്കാറ്റ്. പിന്നെ കനലിൻ്റെ നമ്മൾ എന്ന ചിത്രം വന്നു. ആ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ എത്തി സുഖമാണി നിലാവ് എന്ന പാട്ടിലൂടെ ചാക്കോച്ചൻ തിളങ്ങിയെങ്കിലും ആ വർഷങ്ങളിൽ സോളോ ഹിറ്റുകൾ അദ്ദേഹത്തിന് കുറവായിരുന്നു. തുടർന്ന് ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ മാത്രമാണ് ആ പരാജയങ്ങൾ തുടർച്ചയ്ക്കിടയിലും ചാക്കോച്ചനൊരു ആശ്വാസമായി മാറിയത്. ആ സിനിമയിലെ പ്രകടനവും വലിയ വിജയം അദ്ദേഹത്തിൻ്റെ കരിയറിന് താൽക്കാലികമായി നൽകി. എന്നാൽ പിന്നെ വന്നത് വിനയൻ്റെ സത്യം എന്ന ആക്ഷൻ പടത്തിന് പോലീസ് വേഷം ചെയ്യാൻ ആദ്യം ചാക്കോച്ചനായിരുന്നു സമീപിച്ചത്. പക്ഷെ ചോക്ലേറ്റ് ഇമേജ് ഭയന്ന് അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുക. പിന്നീട് ആ റോൾ പൃഥ്വിരാജിന് കൊടുക്കുകയാണ് ചെയ്തത്. പകരം ചാക്കോച്ചന് സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന സിനിമയിൽ നേരിയൊരു വില്ലനിസം ഒക്കെ പരീക്ഷിച്ചെങ്കിലും ആ പടം ബോക്സ് ഓഫീസിൽ ഒരു വൻ ദുരന്തമായി മാറി. 2003 വീണ്ടും കമൽ സംവിധാനം ചെയ്ത സ്വപ്നക്കൂട് റിലീസ് ചെയ്യുന്നത്. കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ജയസൂര്യ കോംബോ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചു. സിനിമ വൻ വിജയമായി മാറുകയും ചെയ്തു. എന്നാൽ കൗതുകകരമായ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ വമ്പൻ വിജയം പോലും കരിയറിൽ കൂടുതൽ സഹായിച്ചത് പൃഥ്വിരാജിനായിരുന്നു. ചാക്കോച്ചൻ ആ സിനിമയിൽ ഒരു സൈഡായി പോയി എന്ന രീതിയിലാണ് പ്രേക്ഷകർക്ക് തോന്നിയത്. റൊമാൻറ്റിക് ഹീറോ എന്ന ലെവലിൽ ചാക്കോച്ചൻ അവിടെയും ഒതുങ്ങിയപ്പോൾ പൃഥ്വിരാജിൻ്റെ കരിയർ പയ്യെ ഉയർന്നു വന്നു. സ്വപ്നക്കൂടിൻ്റെ വിജയത്തിന് ശേഷം കുഞ്ചാക്കോ ബോബൻ്റെ കരിയർ കണ്ടത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു
തകർച്ചയായിരുന്നു. 2003 മുതൽ 2006 വരെയുള്ള കാലയളവിൽ അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വലിയ പ്രതീക്ഷയോടെ വന്ന മുല്ലവള്ളിയും തേന്മാവും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടും തിയേറ്ററുകളിൽ നിലം തൊടാതെ പോയി. ജലോത്സവം കനത്ത പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊന്നാണ് ഈ സ്നേഹതീരത്ത് എന്നിവ ആയിരുന്നു. 2005 ഒരു കൊമേഴ്സ് എന്റർടൈൻമെന്റ് ആകാൻ ശ്രമിച്ച ഇരുവട്ടം മനവാട്ടി രാജേഷ് പിള്ളയുടെ ആദ്യ ചിത്രമായ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മുകേഷിനൊപ്പം എത്തിയ ജൂനിയർ സീനിയർ എന്നിവയും പരാജയ സിനിമകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനിടെ തിയേറ്ററുകളിൽ അസഹനീയം എന്ന അഭിപ്രായം നേടിയ ഫൈവ് ഫിംഗേഴ്സും എക്കാലത്തെയും വലിയ ക്ലാസിക്കിന്റെ രണ്ടാം ഭാഗമായി വന്നു വലിയൊരു ദുരന്തമായി മാറിയ കിലുക്കം കിലുകിലുക്കവും ചാക്കോച്ചന്റെ കരിയറിലെ കടുത്ത അധ്യായങ്ങളായി മാറി. തുടർച്ചയായ പരാജയങ്ങളും ഒരേ ടൈപ്പ് ചോക്ലേറ്റ് റോളുകളും കാരണം പ്രേക്ഷകർക്ക് അദ്ദേഹത്തോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. സിനിമകൾ പരാജയപ്പെടുമ്പോഴും ഇമേജ് മാറ്റാൻ കഴിയാത്ത ആ അവസ്ഥ തളർത്തിയപ്പോഴാണ് ആ മടുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കുഞ്ചാക്കോ ബോബൻ ഒടുവിൽ സിനിമയിൽ നിന്നൊരു താൽക്കാലിക ബ്രേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കുടുംബകാര്യങ്ങളും ഒക്കെയായി അദ്ദേഹം മെല്ലെ സിനിമാ ലോകത്ത് നിന്നും അകന്നുപോയി. ഈ ഇടവേളയിൽ പല സംവിധായകരും പുതിയ പ്രോജക്റ്റുമായി അദ്ദേഹം സമീപിച്ചെങ്കിലും ചാക്കോച്ചൻ വളരെ ധൈര്യപൂർവ്വം നോ പറഞ്ഞു. കാരണം തനിക്ക് തിരിച്ചു വരാൻ ഒരു ഷുവർ ഷോട്ട് ഹിറ്റ് വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ഒരു പരാജയം കൂടി താങ്ങാനുള്ള ശേഷി അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാള സിനിമയിലെ അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ ഷാഫി പുതിയ പ്രൊജക്റ്റുമായി ചാക്കോച്ചനെ സമീപിക്കുന്നത്. അക്കാലത്ത് ഷാഫി എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിന്റെ രാജാവായിരുന്നു. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ് അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ മാരക ഹിറ്റ് മേക്കർ അങ്ങനെ നിൽക്കുന്ന സംവിധായകർ. ഷാഫിയുടെ തൊട്ട് മുൻപ് ഇറങ്ങിയ ചോക്ലേറ്റ് എന്ന സിനിമ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ വലിയ വിജയമായിരുന്നു. ആ ചോക്ലേറ്റിന് ശേഷം ഷാഫി ചെയ്യുന്ന അടുത്ത പടം തിരക്കഥ എഴുതുന്നത് ചോട്ടാ മുംബൈക്കും അണ്ണൻ തമ്പിക്കും ശേഷം ഹിറ്റുകളുടെ തോഴനായ ബെന്നി പി നായരമ്പലം. കൂടാതെ ചാക്കോച്ചന്റെ അവസാന ഹിറ്റ് ചിത്രമായ സ്വപ്നക്കൂടിലെ അതേ മാതൃക കോംബോ വീണ്ടും ഒന്നിക്കുന്നു. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ കൂടെ അന്നത്തെ തരംഗമായിരുന്ന നടി റോമയും. സംഗീത സംവിധാനത്തിലാകട്ടെ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് കോംബോയ അലക്സ് പോളും വയലാർ ശരത്ചന്ദ്ര വർമ്മയും. ഒരു സിനിമ വൻ വിജയമാക്കാൻ ഇതിലും വലിയൊരു ടീം ഇനി വരാനില്ലായിരുന്നു. ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ പ്രൊജക്റ്റ് ചാക്കോച്ചന് നോ പറയാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിലൂടെ തൻ്റെ വമ്പൻ തിരിച്ചുവരവ് അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സിനിമയായിരുന്നു ലോലിപോപ്പ്. 2006 കിലുക്കം കിലുകിലുക്കത്തിന് ശേഷം നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് 2008 ഡിസംബറിലാണ് ലോലിപോപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത്. വൻ ഹൈപ്പിൽ വന്ന ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. എന്തുകൊണ്ടായിരുന്നു ഈ പരാജയം? സിനിമയിലെ പല മാസ് രംഗങ്ങളും പ്രേക്ഷകർക്ക് തികച്ചും ഒരു കൃത്രിമമായാണ് ഫീൽ ചെയ്തത്. തുടക്കത്തിലെ ജയസൂര്യ പ്രേതം കൺസെപ്റ്റ് പാളിയതും തിയേറ്ററുകളിൽ അസഹനീയത ഉണ്ടാക്കി. എല്ലാത്തിലും ഉപരി കഥയുടെ പ്രധാന ജീവനാകേണ്ടിയിരുന്ന കുഞ്ചാക്കോ ബോബൻ റോമ കോംബോയുടെ സഹോദര ബന്ധത്തിലെ ഇമോഷണൽ കണക്ട് വളരെ വീക്കായിരുന്നു. സുരാജിന്റെ കോമഡിയും റോമയുടെ പ്രകടനവും അല്പം ആശ്വാസമായെങ്കിലും സിനിമയെ രക്ഷിക്കാനായില്ല. വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ചാക്കോച്ചന്റെ കഥാപാത്രത്തിന് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. പൃഥ്വിരാജിനാണ് അത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. അങ്ങനെ എല്ലാ ഹിറ്റ് ഘടകങ്ങളും ഉണ്ടായിട്ടും ചാക്കോച്ചന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോലിപോപ്പ് അദ്ദേഹത്തിന്റെ കരിയറിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ തിരിച്ചടിയായി മാറി. ലോലിപോപ്പിന്റെ പരാജയം ഏതൊരു നടനെയും തളർത്തുന്നതായിരുന്നു. കാരണം അത്രയും ഉറപ്പിച്ച ഒരു ഹിറ്റാണ് കൈവിട്ടു പോയത്. എന്നാൽ അവിടെയും തോറ്റുകൊടുക്കാൻ കുഞ്ചാക്കോ ബോബൻ തയ്യാറായിരുന്നില്ല. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ചാക്കോച്ചൻ തൊട്ടടുത്ത വർഷം അതായത് 2009 VK പ്രശാന്ത് സംവിധാനം ചെയ്ത ഗുലുമാൽ ദ എസ്കേപ്പ് എന്ന സിനിമയിലൂടെ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി. ജയസൂര്യയ്ക്കൊപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കോമഡി വേഷം ചെയ്ത ചാക്കോച്ചനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഗുലുമാൽ വൻ ഹിറ്റായി മാറി. അവിടെ തുടങ്ങുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ്റെ രണ്ടാം വരവ്. പിന്നീട് നമ്മൾ കണ്ടത് പഴയ ചോക്ലേറ്റ് നായകനല്ല, ട്രാഫിക് വന്നു.
അതിനുശേഷം ഓർഡിനറി വന്നു, അതിനുശേഷം റൊമാൻസ് വന്നു, അതിനുശേഷം 2016 വേട്ട വന്നു. തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹം തൻ്റെ റേഞ്ച് മാറ്റിപ്പിടിച്ചു. അവിടെ നിന്നും മാറി ചിന്തിച്ച് പിന്നെ വന്നത് 2020 ക്രൈം ത്രില്ലറായി വന്നതാണ് അഞ്ചാം പാതിര. അൻവർ റഷീദ് എന്ന ഇൻവെസ്റ്റിഗേഷൻ റോളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലൂടെ ഒരു മിനിമം ഗ്യാരണ്ടി നായകനായി മാറി. അതിനുശേഷം താൻ പോയി കേസ് കൊടുക്കുക എന്ന സിനിമ 2022 വന്നു. ഇന്ന് ഈ 2026 മലയാള ചലച്ചിത്ര ലോകത്ത് മുൻനിര നായകനായി പരീക്ഷണ ചിത്രങ്ങളുടെ ഭാഗമായി കുഞ്ചാക്കോ ബോബൻ തിളങ്ങി നിൽക്കുന്നു. ലോലിപോപ്പിൻ്റെ വലിയ പരാജയം ഒരുപക്ഷെ ചാക്കോച്ചൻ്റെ കരിയറിലെ കറുത്ത അധ്യായമായിരിക്കാം. സൂപ്പർ ഹിറ്റ് സംവിധായകൻ, വമ്പൻ തിരക്കഥാകൃത്ത്, ഹിറ്റ് കോംബോ നായകന്മാർ ഇതെല്ലാം ഉണ്ടായിട്ടും ചില സിനിമകൾ പരാജയപ്പെടും. സിനിമയുടെ ലോട്ടറി അങ്ങനെയാണ്. പക്ഷേ ആ പരാജയങ്ങളിൽ തളരാതെ സ്വയം നവീകരിച്ച് മുന്നേറിയതുകൊണ്ടാണ് ഇന്ന് മലയാള സിനിമയ്ക്ക് കുഞ്ചാക്കോ ബോബൻ എന്ന ഈ അടിയുറച്ച നടൻ ലഭിച്ചത്. ചാക്കോച്ചൻ്റെ ഈ കരിയർ ഗ്രാഫിനെ കുറിച്ച്, ലോലിപോപ്പ് എന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിട വാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.